പ്രൊഫസർ M.K. സാനു. തലമുറകളെ സ്വാധീനിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്ത അധ്യാപകൻ, സാഹിത്യ വിമർശകൻ, നിയമസഭാ അംഗം, സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യം. പ്രൊഫസർ M.K. സാനു എന്ന സാനുമാഷ് മലയാളികളുടെ അഭിമാനം. ഈടുറ്റ കൃതികളിലൂടെ വായനക്കാരുടെ ഭാവുകത്വത്തെ മാറ്റിമറിച്ച സാനുമാഷ് തന്റെ ക്ലാസ് മുറികളിൽ വിജ്ഞാനവും സാഹിത്യാസ്വാദനവും സമന്വയിപ്പിച്ചു. ആ ജ്ഞാനവീഥികളിലൂടെ കടന്നുവന്ന വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത തലമുറകൾ പ്രബുദ്ധരായി. ആഴത്തിലുള്ള പഠനങ്ങളും വ്യത്യസ്തമായ നിരീക്ഷണങ്ങളും കൊണ്ട് സാഹിത്യ വിമർശന ശാഖയെ സമ്പന്നമാക്കി. 1928 ഒക്ടോബർ 2 ആലപ്പുഴ ജില്ലയിൽ ജനിച്ച പ്രൊഫസർ M.K. സാനു സ്കൂൾ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം തുടങ്ങി. പിന്നീട് വിവിധ സർക്കാർ കോളേജുകളിൽ അധ്യാപകനായി. അതിൽ ഏറെക്കാലവും എറണാകുളം മഹാരാജാസ് കോളേജിൽ തന്നെ പഠിപ്പിച്ചു. 1960 പ്രസിദ്ധീകൃതമായ കാറ്റും വെളിച്ചവും എന്ന കൃതിയിലൂടെ സാനുമാഷ് വിമർശന രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടു. ബഷീർ, ഏകാന്തവീതിയിലെ അവധൂതൻ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, വൈലോപ്പിള്ളി, വാക്കുകളിലെ മന്ത്രശക്തി, അസ്തമിക്കാത്ത വെളിച്ചം, ഇവർ ലോകത്തെ സ്നേഹിച്ചവർ എന്നിവയാണ് പ്രധാന കൃതികൾ. സഹോദരൻ അയ്യപ്പൻ, M. ഗോവിന്ദൻ എന്നിവരെക്കുറിച്ചുള്ള ജീവചരിത്ര രചനകളും ഏറെ പ്രസിദ്ധമാണ്. ഇവയ്ക്കു പുറമെ വ്യാഖ്യാനങ്ങൾ, ബാലസാഹിത്യം, സ്മരണ എന്നീ വിഭാഗങ്ങളിലും സാനുമാഷിന്റെ രചനകളുണ്ട്. 1987 എറണാകുളത്തു നിന്നും കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാനുമാഷ് കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായും പ്രവർത്തിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റുമായിരുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, P.K. പരമേശ്വരൻ നായർ സ്മാരക അവാർഡ് എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്കു ശേഷം എറണാകുളം മഹാരാജാസ് കോളേജിലെ മലയാളം വിഭാഗത്തിലേക്ക് സാനുമാഷ് ക്ലാസ് എടുക്കാനെത്തി. പുതിയ തലമുറയിലെയും പോയ തലമുറയിലെയും കുട്ടികൾ മാഷിനെ കാത്തിരുന്നു. സാനുമാഷ് ഇങ്ങനെ തുടങ്ങി. സോവിയറ്റ് യൂണിയനിൽ പുസ്തകം നിരോധിക്കപ്പെട്ടപ്പോൾ സോൾസെനിറ്റ്സിൻ ഒരു വാക്യം പറഞ്ഞു. ഒന്നല്ല, രണ്ടോ മൂന്നോ വാക്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഓരോ എഴുത്തുകാരനും ഓരോ റിപ്പബ്ലിക് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭരണകൂടങ്ങൾ എഴുത്തുകാരനെ പ്രതിയോഗിയായി കാണുന്നത്. ഈ അധികാരവും സാഹിത്യ മൂല്യവും തമ്മിലുള്ള മത്സരം വളരെ കാലം മുമ്പ് ആരംഭിച്ചതാണ്. തിരിഞ്ഞു നോക്കിയാൽ, ചരിത്രം എടുത്താൽ ആദ്യം ഇത് പ്ലേറ്റോയാണ്. മഹാനായ പ്ലേറ്റോ, കവിയായ പ്ലേറ്റോ, ചിന്തകനായ പ്ലേറ്റോ ആണ് ആദ്യമായി ഇത് കൊണ്ടുവരുന്നത്. അദ്ദേഹം കവികളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് വരെ അവസാനം പറഞ്ഞു. ഞാൻ ചിന്തകനായ പ്ലേറ്റോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗദ്യഭാഗം ഇതുപോലെ കവിത വേറെയില്ല. നമ്മുടെ ബൈബിളാണ് ലോകത്തിലെ ഏറ്റവും മധുരമായ ഗദ്യം എങ്കിൽ അതിനോട് കിടപിടിക്കുന്നതാണ്, ചിലപ്പോൾ തന്നെ അതിലംഘിക്കുന്നതാണ് പ്ലേറ്റോയുടെ ഡയലോഗ്സ്. അദ്ദേഹം ഈ കവിക്കെതിരായിട്ട് തിരിഞ്ഞത്, അദ്ദേഹം ഒരു കാര്യം പറയുന്നത്, പഴയകാലം മുതൽ ഒരു വഴക്കുണ്ട്, തത്വശാസ്ത്രവും കവിതയും തമ്മിൽ, ഞാൻ തുറന്നു പറഞ്ഞേ പറ്റൂ. ഈ കവി എന്ന് പറയുന്നവൻ സ്വപ്നം കാണുന്നവനാണ്. സോക്രട്ടീസ് ഒരു കവിയെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ കവിതയുടെ അർത്ഥം പറയാൻ ആവശ്യപ്പെടും. കവിക്ക് താൻ എഴുതിയ കവിതയുടെ അർത്ഥം വ്യക്തമായി പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവൻ അറിയാത്തതാണ് ഈ എഴുതുന്നത് എന്നാണ് പറയുന്ന ഒരു ന്യായം. സംസ്കൃതത്തിലുണ്ട് വ്യാഖ്യാതാവേറ്റി നോ കവി, വ്യാഖ്യാത പറയുന്നു, കവി അറിയുന്നില്ല. കാരണം കവി എഴുതുന്നത്
അവൻ ഒരു ദേവതാവിഷ്ടനായ അവസ്ഥയിലാണ്. പൊസസ്ഡ് എന്ന് പ്ലേറ്റോ ഉപയോഗിക്കുന്നുണ്ട്. ഗ്രീക്ക് ഭാഷയിലെന്ന് എനിക്കറിയില്ല. അപ്പോഴവൻ എഴുതുന്നതിൻ്റെ അർത്ഥം അവൻ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് പോകും. ഓരോ കാലഘട്ടത്തിലും അർത്ഥം മാറി 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 വരും. അതുകൊണ്ടാണ് കവിത ദേവതാവിഷ്ടമായ അവസ്ഥയിലാണ് എഴുതുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് പ്ലേറ്റോ ചോദിക്കുന്നത്, ഹോമറിനോട് ഞാൻ ചോദിക്കാം, സോഫോക്ലസിനോട് ചോദിക്കാം, ഒരു രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ കഴിയുമോ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പോലും ഇവർക്ക് അറിയില്ല. ഒരു രാജ്യത്തിൻ്റെ നിയമ സംഹിത എഴുതാനുണ്ടാക്കുമോ? അറിയില്ല. പ്രായോഗികമായ ഒരു കാര്യത്തിനും കൊള്ളാത്ത ഒരു വർഗം തങ്ങൾക്ക് തന്നെ നിശ്ചയമില്ലാത്ത എന്തോ എഴുതിയത് കവിതയാണെന്ന് പറയുന്നു. പക്ഷേ കവിത എപ്പോഴും ജീവിക്കുന്നു. പിൻഡറിൻ്റെ ഭാവഗീതവും സോഫോക്ലസിൻ്റെ ട്രാജഡിയും അപ്പോഴും നിലനിൽക്കുന്നു. അതാണ് ഇവരവിടെ ചിന്തിക്കാൻ. ഇതിനുത്തരം പറഞ്ഞത് സാക്ഷാൽ അരിസ്റ്റോട്ടിലാണ്. അതാണ് നല്ല ഗുരുശിഷ്യബന്ധം എന്ന് ഞാൻ കരുതുന്നു. ഗുരു വരച്ച വരയിൽ നിൽക്കാതെ വരച്ച വരയ്ക്കപ്പുറത്തേക്ക് ചൂടുവയ്ക്കുന്നവൻ ഗുരുവിനെ ന്യായീകരിക്കുന്ന ശിഷ്യനാണ്. കാരണം ഗുരു ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ എനിക്കപ്പുറത്തേക്ക് പോകണം എന്നാണ്, ഞാൻ പറയുന്ന വരെ നിൽക്കണം എന്നല്ല. ആ അർത്ഥത്തിലാണ് അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിൻ്റെ കാവ്യകല എഴുതുന്നത്. അതിൽ അദ്ദേഹം കവിതയെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എടുത്താൽ അത് മറ്റൊരു കഥയാണ്. പ്രപഞ്ച സൃഷ്ടി കഴിഞ്ഞ് സൃഷ്ടാവ് സന്തുഷ്ടനായി വിശ്രമിക്കാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ഒരു സമീപം ഒരു നിലാവിൻ്റെ ഒറ്റ രശ്മി പോലെ വിളർത്ത് മെലിഞ്ഞ ഒരു രൂപം കാണുന്നു. ഒരാൾ ശേഷം എല്ലാവർക്കും സ്വത്ത് വിധിച്ചു കഴിഞ്ഞു, ഭൂമി മുഴുവൻ വിതരണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നിൽക്കുന്നത്. താൻ ആര്? ഞാൻ എൻ്റെ ഭാഷയിൽ താനെന്ന് പറയുകയാണ്. ദൈവം എന്ത് പറയുന്ന അറിയില്ല. അപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞു, ഞാൻ കവിയാണ്. താനെന്താ ചോദിക്കാതിരുന്നു? എല്ലാവർക്കും വിതരണം ചെയ്ത് എത്രയോ നേരമായി, താൻ എന്തുകൊണ്ട് ചോദിച്ചില്ല? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങയുടെ മുഖ തേജസ്സിൽ ലയിച്ച് നിന്ന് പോയത് മൂലം ചോദിക്കുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ ദൈവം അവന് ഒരു പ്രതിഫലം കൊടുക്കും. എല്ലാം തീർന്നു, ഒരു താക്കോലെടുത്ത് കയ്യിൽ കൊടുത്തു. ഞാൻ നിനക്ക് അനശ്വരതയുടെ താക്കോൽ തരുന്നു. ഇതാണ് പ്രപഞ്ചത്തെ ഉൽപ്പത്തിയോട് ബന്ധപ്പെടുത്തി കവിതയെപ്പറ്റി പറയുന്നത്. കവിത അനശ്വരമാണ്. കാലത്തെ അതിലംഘിച്ചുകൊണ്ട് തലമുറകൾക്ക് നവങ്ങളായ അർത്ഥവിശേഷങ്ങളും ദർശനവിശേഷങ്ങളും പകർന്നുകൊണ്ട് നിൽക്കുന്ന ഒന്നാണ് കവിത. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കവിത, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, ജീവിതത്തിൻ്റെ ഒരു ഡയമെൻഷനാണ്. ജീവിതം ഒറ്റ ഡയമെൻഷനല്ല. എനിക്ക് വേല ചെയ്താലേ ജീവിക്കാൻ പറ്റൂ, ഞാൻ വേലക്കാരനാകുന്നു. എനിക്ക് നിങ്ങളുമായി ഇടപഴകിയേ പറ്റൂ, ഞാൻ സാമൂഹ്യ ജീവിയാകുന്നു. എനിക്ക് വല്ലപ്പോഴുമൊക്കെ ഏകാന്തതയിലിരുന്ന് എന്നെപ്പറ്റി ആലോചിക്കേണ്ട കാര്യം വരുന്നു, ഞാൻ ഏകാന്തത ഇഷ്ടപ്പെടുന്നു, അതൊരു ഡയമെൻഷനാണ്. ചിലപ്പോഴൊക്കെ എനിക്ക് ദൈവത്തെ വിളിക്കണമെന്ന് തോന്നും. എനിക്ക് തന്നെ നിശ്ചയമില്ലാത്ത അനിർവചനീയമായ എൻ്റെ സങ്കടങ്ങൾ ആരോടെങ്കിലും പറയണം, അതിൻ്റെ സ്പിരിച്വൽ ഡയമെൻഷനാണ്. അക്കൂട്ടത്തിലൊന്നാണ് ഈ എസ്തെറ്റിക് ഡയമെൻഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കാലഘട്ടത്ത് അത് ചോർന്ന് വരുന്നതായി നാം കാണുന്നു. കഴിഞ്ഞ 19-ാം നൂറ്റാണ്ടിലാണ് വിദ്യാർത്ഥികളെ മുഴുവൻ പ്രചോദിപ്പിക്കുന്ന ഹെർബർട്ട് മാർക്യൂസ് അദ്ദേഹത്തെ വൺ ഡയമെൻഷണൽ മാൻ എന്നെഴുതിയത്. സാഹിത്യമല്ല, കലയല്ല, എങ്കിലും ആ പ്രയോഗം നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. കവിതയില്ലെങ്കിൽ നമുക്ക് ജീവിച്ചുകൂടെ? തീർച്ചയായിട്ടും ജീവിക്കാം. നിങ്ങളധികം പേരും കവിതയില്ലാതെയാണ്, സാഹിത്യമില്ലാതെയാണ് ജീവിക്കുന്നത്. ഭൂമിയിലധികം പേരും ഒന്നും ഇല്ലാതെയാണ് ജീവിക്കുന്നത്. പിന്നെ എന്തിന് ഈ കവിത കൊണ്ടുവരുന്നു? പക്ഷേ കവിത ന്യൂനപക്ഷത്തിൻ്റേതാകുമ്പോഴും അത് ഭൂരിപക്ഷ സംസ്കാരത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു പ്രചോദനമായി മാറുകയാണ് ചെയ്യുന്നത്. പ്രവൃത്തി അറിയാം. നമ്മുടെ ഈ കാലഘട്ടം നോക്കൂ, സാഹിത്യത്തിന് ഏതാണ്ട് ആളുകളിൽ ഉപേക്ഷിച്ച ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ചെറുപ്പകാലത്ത്
ഇത് ഞാൻ സമൂഹത്തിലിടയ്ക്ക് ജീവിച്ച ആളാണ്. ഇത്തരം വാർത്തകൾ കേട്ടിരുന്നേ ഇല്ല എന്ന് ഞാൻ പറയാൻ നിങ്ങൾ വിശ്വസിക്കണം. കാരണം അന്ന് ഞങ്ങൾ കവിത വായിക്കുമായിരുന്നു. അന്ന് കവിതയ്ക്ക് അതിൻ്റെ അർത്ഥം ഞങ്ങൾ കണ്ടെത്തിയിരുന്നു. വള്ളത്തോൾ അരിപ്പിറാവുന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചോ എനിക്കറിയില്ല. മുറ്റത്ത് അരിപ്പിറാവ് നിൽക്കും, നേരം വെളുത്തു, പ്രഭാതരശ്മികൾ മുറ്റത്തിന് വെളിച്ചം നൽകുമ്പോൾ ആ രശ്മികളേറ്റ് തിളങ്ങി നമുക്ക് വിവരിക്കാനാവാത്ത ശോഭയോടുകൂടി അരിപ്പിറാവ് സഞ്ചരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് ഈ അരിപ്പിറാവിന്? മഴവില്ല് പിഴിഞ്ഞെടുത്ത സത്താമഴകെ എന്നാണ് അത് വിളിക്കുന്നത്. മഴവില്ല് പിഴിഞ്ഞെടുത്ത സത്തായ അഴകാണ്. ഈ അഴക് മനുഷ്യജന്മത്തിന് നക്ഷത്രം പോലെ എപ്പോഴും ദിശാബോധം നൽകുന്ന ഒന്നാണ്. നാം അറിയില്ല എങ്ങനെയാണ് ദിശാബോധമെന്ന്, പക്ഷെ നാം അറിയാതെ അത് നൽകിപ്പോരുന്ന ഒന്നാണ്. ചങ്ങമ്പുഴ തന്നെ കവിതയെപ്പറ്റി പറയുമ്പോൾ മലരൊളി തിരളും, പൂവിൻ്റെ ശോഭ തിരളുന്ന മലരൊളി തിരളും മധുചന്ദ്രികയിൽ, വസന്തകാല ചന്ദ്രികയിൽ, അതാണ് എഴുതാനുള്ള ഉപകരണം മഷി. മഴവിൽ കൊടി കൊണ്ടാണ് എഴുതുന്നത്. മഴവില്ല് തൂലികയായിട്ട് അതിൽ മുക്കി എന്തെഴുതി? എഴുതാൻ ഉഴറി. കൽപ്പന, ഇമാജിനേഷൻ, ക്രിയേറ്റീവ് ഇമാജിനേഷൻ, രണ്ടു തരമുണ്ട്. അത് ദിവ്യമായ ഒരഴക് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയാത്തതാണ്. അതിനാണ് അദ്ദേഹത്തിൻ്റെ കാവ്യലക്ഷ്യമായി, പ്രാപ്യസ്ഥാനമായി ചങ്ങമ്പുഴ കണ്ടിരുന്നത്. ഇത് തന്നെയാണ് ചങ്ങമ്പുഴ എഴുതുന്നത്, വള്ളത്തോൾ എഴുതുന്നത് മഴവില്ല് പിഴിഞ്ഞെടുത്ത് സത്താമഴകെ എന്ന് വിളിക്കും എന്ന് മാത്രമല്ല, ജീവിതം ഭയങ്കരമാണ്. അതിനിഷ്ഠുര ജീവിതാഹവാഹം കൃതിയാൽ, അതിനിഷ്ഠുരമാണ് ജീവിത യുദ്ധം, ആഹവം യുദ്ധമാണ്. അതിൽ നിന്നാണ് മനുഷ്യൻ്റെ അഹങ്കാരം ഉണ്ടാകുന്നത്. അതിനിഷ്ഠുര ജീവിതാഹവാഹം കൃതിയാൽ, എത്ര ഭയങ്കരം പ്രപഞ്ചം നോക്കുമ്പോൾ എങ്ങും ഭയമാണ്. മനുഷ്യർ പലപ്പോഴും ദുഷ്ടതയുള്ളവരാണ്. മനുഷ്യ സ്വഭാവത്തിൽ നമുക്ക് ആർക്കും അറിയാത്ത തരത്തിൽ തിന്മ ഇന്നും പ്രോബ്ലമാണ്. പ്രോബ്ലം ഓഫ് ഈവിൾ. ഇതെങ്ങനെ പറ്റുന്നു, എന്തിനു വന്നു എന്ന് ചോദിക്കും. അത് ഒമർ ഖയ്യാം ജീവിതം ഉല്ലാസപ്രദമാക്കണമെന്ന് പറയുന്ന ഒമർ ഖയ്യാമിനും ഒരു ശ്ലോകത്തിൽ ചോദിക്കുന്നത്, പറുദീസയോട് ചേർത്ത് പോയും പാമ്പിനെ സൃഷ്ടിച്ച ദൈവമേ, നീയാണ് എൻ്റെ പാപകർമ്മങ്ങൾക്കും എൻ്റെ മുഖം വികൃതമാകുന്നതിനും കാരണക്കാരനായി എന്നെ കൂടി ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹം ആൽക്കമിസ്റ്റായിരുന്നു, കവിയാണെങ്കിലും. അദ്ദേഹത്തെ കവിയും ശാസ്ത്രജ്ഞനും ചേർന്നിട്ടാണ് ഈ പാപചിന്ത വരുന്നത്. അപ്പോൾ അതിന് ഒരു സൗമ്യഭാവമേകുന്നതിന്, ഈ പാപവാസനയ്ക്ക് ഒരു സൗമ്യഭാവമേകുന്നതിന്, അതിനാണ് ഈ സത്വദൃഷ്ടി, ഈ ജീവികളെ ദൈവം അല്ലെങ്കിൽ സൃഷ്ടി ശക്തി നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് കവിതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കവിത ജീവിതത്തിൻ്റെ ഒരു ഡയമെൻഷനാണ്. അനേകമാന സമ്പുഷ്ടമായ മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും സമാകർഷകമായ, ഹൃദ്യമായ ജന്മം നിലനിർത്താൻ അവയെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷമാണ് ഈ എസ്തെറ്റിക് ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാഹിത്യം നമുക്ക് ആവശ്യമാണ്. രണ്ടാമത്തെ സംഗതി, ഈ സാഹിത്യത്തിന് അത് പറയുന്നതിനേക്കാൾ അർത്ഥം കൂടുതലായി വരുന്നു എന്നതാണ്. സാഹിത്യം എന്തിന് എന്ന ചോദ്യത്തിന് അത് പ്രത്യേകമാണ്. കാരണം നമ്മളെപ്പോഴും നിർവചനം വായിക്കുമ്പോൾ പലരും ഉദ്ധരിക്കുന്നത് ബാലപാഠമാണ്. വേർഡ്സ്വർത്തിൻ്റെ പോയട്രീസ് ഇമോഷൻ റികളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി, പ്രശാന്തതയിൽ അനുസ്മരിക്കുന്ന വികാരമാണ് കവിത. മറ്റൊരിടത്ത് പോയട്രീസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ്. ഇതൊക്കെ ആദ്യകാലം പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഇമോഷൻ എന്ന് പറയുന്നത് എന്താണ്? വികാരം എന്ന് നാം പറയും. നാം പറയുന്ന വികാരത്തിൽ നിന്ന് മറ്റൊരു ഭിന്നമായ വികാരം ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ബംഗാൾ ഫാമിൻ ഉണ്ടാകുമ്പോൾ നിങ്ങളാരും ഇവിടെ ഭൂമിയിലില്ലായിരുന്നു എനിക്കറിയാം. ഞാൻ അതിൻ്റെ വാർത്തകൾ വായിക്കുന്നയാളാണ്. യുദ്ധം എന്ന് പറയുന്നത് കഴിക്കാൻ ഭക്ഷണമില്ലാതെ മനുഷ്യൻ അല്പാൽപമായി മരിക്കുന്ന ഒരവസ്ഥയാണ്. സാഹിത്യത്തിന് പലപ്പോഴും പ്രതിയോഗിയായി നിൽക്കുന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. രാഷ്ട്രീയ അധികാരമാണ്.
നമ്മുടെ കാലത്ത് അന്നും പ്ലേറ്റോയോ തന്നെ പറഞ്ഞു റിപ്പബ്ലിക് എഴുതാമോ, മജിസ്ട്രേറ്റിനെ കാണിക്കണം എന്നൊക്കെ പലത് പറയുന്നതിൻ്റെ കാരണം ഈ രാഷ്ട്രീയ അധികാരം റിപ്പബ്ലിക്കിലാണത്തേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ റിപ്പബ്ലിക് എന്നാണ്. അധികാരവുമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ഇവൻ കുഴപ്പക്കാരനാണ്. അപ്പം നമ്മുടെ പുരോഗമന സാഹിത്യം വന്നപ്പോൾ ആദ്യം പുരോഗമന സാഹിത്യം ഒരുപാട് ആളുകളാണ്. നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലല്ലോ, ഞാനിന്ന് 10-16 വയസ്സുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാനും ഇതിൻ്റെ ഒരാളായിരുന്നു, കുട്ടിയായിട്ട് ആസ്വദിക്കുന്ന ഒരാൾ. തർക്കം ഉണ്ടായത് എപ്പോഴാണെന്നറിയാമോ? EMS പിന്നീട് തിരുത്തി. EMS ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കി എഴുത്തുകാർക്ക്. തയ്യാറാക്കി നാളെ ദീർഘമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ MP പോളാണ് അധ്യക്ഷൻ. MP പോൾ എഴുന്നേറ്റ് നിന്ന് ഒറ്റ വാക്യം പറഞ്ഞു, ഇത് ഒരു രാഷ്ട്രീയ മാനിഫെസ്റ്റോയാണ്, സാഹിത്യത്തിനുള്ള മാനിഫെസ്റ്റോ അല്ല. അധ്യക്ഷനാണ് പറയുന്നത്. ഒറ്റ വാക്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വലിയ തീസിസ് അല്ലെങ്കിൽ മാനിഫെസ്റ്റോയുടെ കാറ്റ് മുഴുവൻ ചോർന്നുപോയി. പിന്നെ അത് രണ്ടായിട്ട് തിരിഞ്ഞ് തർക്കമുണ്ടാകുന്നതൊക്കെ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സാഹിത്യമാണ്. അത് ഇതിൽ നിന്ന് മാറി നല്ല ഒന്നിൻ്റെ രാഷ്ട്രീയ ശക്തിയുടെയോ സാമൂഹ്യ ശക്തിയുടെയോ മതത്തിനെയോ ദാസ്യവൃത്തി ചെയ്യേണ്ട ഒന്നല്ല. അതൊരു ഓട്ടോണമസ് ആയിട്ടുള്ള മനുഷ്യ സൃഷ്ടികളിൽ ഒന്നായി തന്നെ കാണണം. മതങ്ങളൊക്കെ ആദ്യം എതിരായിരുന്നു സാഹിത്യത്തിന്. സാവധാനത്തിലാണ് ഇവരെ അവഗണിക്കാൻ പാടില്ലാത്ത ശക്തിയായി കൊണ്ടുവരുന്നത്. ഇന്ന് ആരും സാഹിത്യത്തിനെതിരല്ല, എല്ലാവരും സാഹിത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നെ MT വാസുദേവൻ കേട്ടോ പറഞ്ഞത്, ഇത്രയധികം പുസ്തകം ഒരു എഴുതി കണ്ടിട്ടില്ല. ദിവസേന 2-3 പുസ്തകങ്ങൾ എഴുതുന്നു. സ്മരണ, ജീവചരിത്രം, അത് ഇത് വല്ല നോക്കാറുണ്ടോ എന്നോട് ഞാൻ ചിലത് നോക്കും. എനിക്കിപ്പോൾ കണ്ണ് കാണില്ലാത്തതുകൊണ്ട് ഭാഗ്യമുണ്ട്. അത് അത്രയധികം പുസ്തകം പക്ഷേ സാഹിത്യമില്ല. ആ സാഹിത്യമില്ലായ്മയും സാഹിത്യാസ്വാദന തൃഷ്ണ വളരാത്തതും നിമിത്തമാണ് നമ്മുടെ സംസ്കാരം എവിടെയോ ചോർന്നുപോയി. എൻ്റെ യൗവനത്തിൽ എനിക്ക് ആശാൻ്റെ കവിതകൾ വായിക്കണം, എഴുത്തച്ഛൻ തീർച്ചയായിട്ടും വായിക്കണം. ആശാൻ്റെ കവിതകൾ വായിക്കാം, വള്ളത്തോളിൻ്റെ കവിതകൾ വായിക്കണം, ഉള്ളൂരിൽ ഞാൻ ചില കവിതകൾ വായിക്കാം. ഏകദേശം എൻ്റെ ആ തൃഷ്ണ അയ്യപ്പ പണിക്കരുടെ കവിത വരാൻ നിന്നു. അയ്യപ്പ പണിക്കരുടെ കവിത ഞാൻ ആസ്വദിച്ചു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ അത് ആകുന്ന ഒന്ന് കവിതയുടെ വൃത്തം തന്നെ പോയി. അത് ഗദ്യത്തിലാണിപ്പോൾ എഴുതുന്നത്. അതിനെപ്പറ്റി ടാഗോർ പണ്ട് പറഞ്ഞ ഒരു നദിയുടെ ഭംഗി എന്ന് പറയുന്നത് എൻ്റെ കരയാണ്. അതിലെ മരങ്ങളും അത് പ്രതിഫലിക്കുന്ന വെള്ളവും എല്ലാം ചേർന്നതാണ്. അതാണ് കവിതയിൽ വൃത്തം. അത് പോയാൽ കവിതയില്ല. അത് സത്യമാണ്. കവിതയ്ക്ക് അതിൻ്റെ ഒരു ആന്തര സംഗീതവും ബാഹ്യ സംഗീതവും ഉണ്ട്. ഇന്ദ്രിയവേദ്യമാണ് കവിത അഥവാ സാഹിത്യം. അത് സെൻഷ്വസ് എന്നതിന് സാഹിബ് പറയും. മുണ്ടശ്ശേരി മാസ്റ്റർ നാടകീയത എന്നും പറയും. ഇന്ദ്രിയവേദ്യം അതായത് നേരം പ്രഭാതമായി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുതയാണ്, അല്ലേ? നേരം പ്രഭാതമായി. നേരെ മറിച്ച് ഉദയഗിരി ചുമന്നു ഭാനുബിംബം വിളങ്ങി എന്നെഴുതുമ്പോൾ അത് കവിതയാവും. കാരണം ഉദയഗിരി ചുവക്കുന്നു, ഭാനുബിംബം വിളങ്ങുന്നു. ചങ്ങമ്പുഴയുടെ രമണൻ്റെ ആദ്യത്തിലും പുലരൊളി മാമരച്ചോലയിൽ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ എത്തി നോക്കുന്നതായിട്ട് കാണും. അത് നമ്മുടെ ഏതെങ്കിലും ഇന്ദ്രിയത്തിലൂടെ ഇത് നാം അനുഭവിക്കുന്ന, അതാണ് കവിത, അനുഭവമാണ് എന്ന് പറയുന്നത്. ഒരവസ്ഥയാണ്. തത്വശാസ്ത്രത്തിൽ നിന്നും മറ്റ് പത്രഭാഷയിൽ നിന്നും ഇതിനെ മാറ്റി നിർത്തുന്നത്. ഭാഷയെപ്പറ്റി ഞാൻ പറയുന്നത്, ഭാഷയാണ് ഇതിൻ്റെ മാധ്യമം. സംഗീതത്തിന് നാദമാണ്, ചിത്രകലയ്ക്ക് നിറങ്ങളും വരകളും ആകൃതികളുമാണ്. പക്ഷേ സാഹിത്യത്തിന് ഇത് ഭാഷയാണ്. ഭാഷയാണ് ഏറ്റവും അധികം വഴങ്ങാൻ പ്രയാസമുള്ള മാധ്യമം. സാഹിബ് പറയുന്നത് ഓബ്സ്റ്റിനേറ്റ് മീഡിയം എന്നാണ്. അങ്ങ് പറഞ്ഞല്ലോ, ധാരാളം രചനകളും സൃഷ്ടികളും കാവ്യരചനകളും എല്ലാം നടക്കുന്നുണ്ട്. അതിൽ സാഹിത്യമില്ല. ആ ഒരു സൂചന ഒരു അപകടത്തിൻ്റെ സൂചനയായിട്ട് മനസ്സിലാക്കുന്നു. അങ്ങയുടെ കാഴ്ചപ്പാടിൽ ഇതിനൊരു മാറ്റം വരുത്താനായി എന്താണ് ഉപദേശം നൽകാനുള്ളത്? ഇതിന് മാറ്റം വരുത്താൻ നമ്മുടെ ബുദ്ധിശക്തിക്കും നമ്മുടെ ശാസ്ത്രീയ വിജ്ഞാനത്തിനും സാധ്യമല്ല. നമുക്ക് സഹാറയിൽ വേണമെങ്കിൽ പൂന്തോട്ടം സൃഷ്ടിക്കാം, പക്ഷേ ഒരു മനുഷ്യനെ കൊണ്ട് നല്ലൊരു കവിത എഴുതിക്കാൻ സാധ്യമല്ല.
അത് വേറെ ഏതോ ശക്തിവിശേഷത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. ചില സാഹിത്യകാരന്മാർക്ക് ഈ കവികൾക്ക്, പ്രത്യേകിച്ച് ഞാൻ ഈ മഹാകവി ചങ്ങമ്പുഴയുടെ ചില ജീവചരിത്രമൊക്കെ വായിച്ചപ്പോൾ കേട്ടതാണ്. അപ്പോൾ ഇവർക്ക് ചില നിമിഷങ്ങളിൽ ഈ ഒരേ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ചില അവസ്ഥകൾ ഉണ്ടാകുന്നു. അത് ഈ സൃഷ്ടി എന്ന് പറയുന്നതിന് അതിൻ്റെ സ്വഭാവം പലതരത്തിലാണ്. ഇപ്പോൾ ഒരു മാർബിൾ കിടക്കുന്നത് മൈക്കലാഞ്ചലോ നോക്കിയപ്പോൾ മാർബിളല്ല കണ്ടത്, അതിനകത്ത് സെയിൻറ്റ് പോളിനെയാണ്. അദ്ദേഹം ബാക്കി ഭാഗം മാറ്റിയെടുക്കുകയേ ചെയ്യുള്ളൂ. കാനായി കുഞ്ഞിരാമൻ യക്ഷി ഉണ്ടാക്കിയത് ഓരോന്ന് അടുക്കി വെച്ച് പ്രത്യേകിച്ചിട്ടാണ്. അവിടെ കൺസ്ട്രക്ഷന് പ്രാധാന്യമുണ്ട്. എല്ലാം അറിയാം, മെറ്റലർജി വരെ അറിഞ്ഞാൽ പറ്റുള്ളൂ. ഈ രണ്ട് തരത്തിലുണ്ട്. ചിലപ്പോൾ കവിത തനിയേങ്ങ് എഴുതി പോകും. അദ്ദേഹത്തിൻ്റെ കുബ്ലഖാൻ കോളറിടിച്ച് ഓർമ്മയില്ലാതെ എഴുതിയതാണ്. എഴുതി കഴിഞ്ഞപ്പോൾ നല്ല കവിത, ലഹരിയിലേക്ക് വിധേയനായി എഴുതിയതാണ്. അപ്പോൾ ഈ സൃഷ്ടിക്ക് തന്നെ നിയതമായ ഒരു കാരണം, അതിൻ്റെ പ്രക്രിയ നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മുടെ പിക്കാസോയോട് ഒരാൾ ചോദിച്ചു, പിക്കാസോ ചിത്രകാരനാണ്, ചോദിച്ചു താൻ എന്താണ് ഈ വരച്ച് വെച്ചിരിക്കുന്നതൊക്കെ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല, പിന്നെ മനസ്സിലാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വരയ്ക്കാതെ ജീവിക്കുക സാധ്യമല്ല. അദ്ദേഹം തന്നെ ഒരു പൂർവപക്ഷം ഉന്നയിച്ചു. ശരി, നിങ്ങൾ എന്നെ ഒരു മുറിയുടെ അകത്ത് പൂട്ടി വരയ്ക്കാൻ ക്യാൻവസ് വേണം, ബ്രഷ് വേണം, ചായം വേണം, ഇതൊന്നും തന്നെ താനും ചെയ്യും, തൂങ്ങി മരിക്കുമോ? ഞാൻ പറയുന്നത് വിശ്വസിക്കുമോ? അദ്ദേഹത്തിൻ്റെ ഉത്തരം, ഞാൻ എൻ്റെ ഈ നനഞ്ഞ നാവ് കൊണ്ട് തറയിൽ ചിത്രം വരച്ച് ആത്മസംതൃപ്തി അടയും. അതും ഒരു പ്രക്രിയയാണ്. ഇങ്ങനെ പലതുണ്ട്, നമുക്ക് പൊതുവിൽ പറയാൻ പറ്റില്ല. ഇനിയൊരു ജന്മമുണ്ടെങ്കിലും മാഷ് ഒരു പൂർണ്ണമായ അധ്യാപകനായിട്ടിരിക്കാനാണോ ആഗ്രഹിക്കുന്നത്, അതെയോ ഇടയ്ക്ക് ഇതുപോലെയുള്ള നിയമ നിർമ്മാണ സഭകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അധ്യാപകനാകാനാണ് ഇഷ്ടപ്പെടുന്നത്. സാനുമാഷ് അന്ന് എങ്ങനെയായിരുന്നുവോ ക്ലാസ് എടുത്തിരുന്നത്, പ്രായാധിക്യത്തിൻ്റെ പരിമിതിയും അവശതയും ഉണ്ടെങ്കിൽ പോലും അതേ രീതിയിൽ തന്നെ ഇവിടെ വളരെ ഗഹനമായ ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ അന്നത്തെ വിദ്യാർത്ഥികളോടാണ്. സാനുമാഷിനെ പോലുള്ള അധ്യാപകരുടെ ക്ലാസ്സുകൾ കേൾക്കുന്നതിന് സൗഭാഗ്യം ലഭിക്കാതെ പോയ പുതിയ തലമുറയ്ക്ക് അത് വളരെ പ്രയോജനകരമായി തീരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സാനുമാഷ് 1982 മഹാരാജാസിലെ മലയാളം വകുപ്പ് അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിച്ച് ഇവിടെ നിന്ന് ആ വർഷം തന്നെ സാറിന് ട്രാൻസ്ഫർ കിട്ടുകയും സാറ് സർവീസിൽ നിന്ന് അധികം താമസിയാതെ പിരിയുകയും ചെയ്ത ഒരാളാണ്. ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പ്. ആ 40 വർഷങ്ങൾക്ക് മുമ്പ് സാറ് എത്ര സജീവമായി തൻ്റെ കവിത ക്ലാസ്സുകളിലൂടെ കടന്നുപോയോ, തൻ്റെ ലോകാനുഭവങ്ങൾ മുഴുവനും, ലോകത്തെ എല്ലാ വിജ്ഞാനങ്ങളും മുൻനിർത്തി കവിതയെ എങ്ങനെ വ്യാഖ്യാനിക്കാം, ആസ്വദിക്കാം എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലൂടെ. സ്വതന്ത്ര റിപ്പബ്ലിക്കുകൾ ഉണ്ടാക്കുന്നവരാണ് കവികൾ, അതുകൊണ്ട് രാഷ്ട്രീയക്കാർ പേടിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ നമ്മുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ രൂപീകരണത്തിൽ രാഷ്ട്രീയവും സാഹിത്യവും തമ്മിലുള്ള ഒരു സംഘർഷം വരുമ്പോൾ സാമൂഹിക ബോധമുള്ള സാഹിത്യം ഉണ്ടാകണം, പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അടിമവേല ചെയ്യുന്ന ഒരു സാഹിത്യമായിരിക്കരുത് എന്ന കാര്യവുമൊക്കെ സാറ് സൂചിപ്പിക്കുകയുണ്ടായി. ഏതാണ്ട് 1928 നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലാണ് സാറ് ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹം ജീവിച്ച ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കേരളം രൂപീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൻ്റെ സംഘർഷങ്ങൾ, അതിൻ്റെ ഒരു പുതിയ കാലത്തെക്കുറിച്ചുള്ള, നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചുള്ള ഭാഷയുടെ, സാഹിത്യത്തിൻ്റെയൊക്കെ ഒരു ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെയൊക്കെ ആശങ്കകൾ, അതിൻ്റെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ഇതെല്ലാം ഇന്നത്തെ വിദ്യാർത്ഥികളോട്, അന്ന് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളായിരുന്നവരോട് ഒക്കെ എത്ര സമകാലിക പ്രസക്തമായിട്ടാണ് സാറ് പ്രതികരിച്ചത്. എന്നും ഒരു നല്ല അധ്യാപകൻ എന്നും ഒരു നല്ല വിദ്യാർത്ഥിയായിരിക്കണം എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാതൃകാപരമായിട്ടുള്ള ഒരു ക്ലാസ്സായിരുന്നു അത്. പാലിക്കാനായി ഭുവനമഖിലം ഭൂതലേ യാതനായി അക്കാലിക്കൂട്ടം കരിതകുതുകം കാത്ത കണ്ണനു ഭക്തിയ പീലിക്കോലെന്ന് അടിമലരനെ കാഴ്ചയായി വെച്ചിടയണം, മൗലിക്കെട്ടിൽ തിരുകുമതിനെ തീർച്ചയായി ഭക്തദാസൻ.